ഹലോ. ഹലോ, ലിയാഖത്താണോ? അതെ. തിരക്കാണോ? അല്ല. ഒന്ന് രണ്ട് കാര്യം ഡിസ്കസ് ചെയ്യാനായിരുന്നു. ഞാനതില് വിശ്വാസിയല്ല, ഉം, അവിശ്വാസിയല്ല, അങ്ങനെ മദ്രസയിൽ പോയിട്ടില്ല, ഉം, അങ്ങനെ ഒരു ഇസ്ലാം കുടുംബത്തിൽ അഥവാ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നൊക്കെ ഉള്ളൂ. ഉം, മദ്രസ കണ്ടിട്ടില്ല അഥവാ പടി കണ്ടിട്ടില്ല. ഉം. ഒന്ന് അങ്ങനെ രണ്ട് സംഭവിച്ചേ? അത് പല പല ജീവിത സാഹചര്യങ്ങൾ. അപ്പം ടോക്ക് കംപ്ലീറ്റ് പേഴ്സണൽ ആയി പോകും, എന്നെ പറ്റി ആയി പോകും. ഓക്കെ. അങ്ങനെ ആയിരുന്നു ലൈഫ്, അങ്ങനെ ആയിരുന്നു. അപ്പൊ അല്ല, സാധാരണഗതിയിൽ നമ്മള് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 5 വയസ്സാകുമ്പോഴത്തേക്ക് മദ്രസ വിടുവായിരുന്നല്ലോ. അവിടെ ഞാൻ അതെ, ചോദിച്ചതാണ്. ഓക്കെ, നോ ഇഷ്യൂ. അത് പല പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് വളരെ ഓക്കെ, പേഴ്സണൽ ആണ്. ഓക്കെ. അത് നോ റെക്കോർഡഡ് ഇഷ്യൂ, നോ അല്ലെങ്കിൽ ഇഷ്യൂ, എനിക്ക് പറയുന്നതിന് നോ യാതൊരു ഇഷ്യൂ. വിരോധമില്ല. അത് പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ പറയാം. പിന്നെ പറയാം, അതന്നെ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു എന്താ പറയാ, ഒരു വളരെ ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു കൺക്ലൂസീവ് ആയിട്ട് വിളിക്കുന്നതല്ല. ഞാൻ ഇന്ന ലൈനാണ്, ഇന്ന ലൈനാണ്, എക്സ് ആണ്, അല്ലെങ്കിൽ ഫോളോവർ ആണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നതല്ല. രണ്ടും അല്ല. ഇപ്പൊ വേറൊരാള് എന്താ പറയാ, ഒരു അമേരിക്കക്കാരൻ അമേരിക്ക ശരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നല്ലോ. ഞാൻ വേറൊരു യുഗത്തിൽ അല്ലെങ്കിൽ വേറൊരു വേൾഡിലോ യൂണിവേഴ്സിലോ ആണ് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്ക് അതിനോട് ഒന്നും പറയാനും ഇല്ല, എതിർക്കാനും ഇല്ല. ഹാപ്പി ഫോർ യു. പക്ഷെ എനിക്ക് ഇതില് ലിയാഖത്തിനോടുള്ള ഒന്ന് രണ്ട് ഡൗട്ട് തീർക്കാനാണ് വിളിച്ചത്. ഞാൻ ഈ അടുത്താണ് നിങ്ങളുടെ ചാനൽ കേൾക്കുന്നത്. അതിലൊരു കാര്യം ഫസ്റ്റ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ക്ഷമ എന്ന് പറയുന്നത് ഞാൻ എന്റെ വലിയൊരു ടേക്ക് അവേ ആണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് എനിക്കില്ലാത്തതും പ്രാക്ടീസ് ചെയ്താൽ പറ്റുന്ന കാര്യമുള്ളൂ എല്ലാവർക്കും. അയ്യോ, തീർച്ചയായിട്ടും. കാരണം അടുത്ത് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് ഹോൺ അടിച്ചാൽ പോലും പ്രൊവോക്ഡ് ആവുന്ന കാലമാണ് ഇത്. ആ സമയത്ത് ഡെയിലി എന്നുള്ള ലെവലിൽ നിങ്ങൾ ഇത് ഹാറ്റ്സ് ഓഫ്. അത് സമ്മതിച്ചേ പറ്റൂ. ഒരു തവണ രണ്ട് തവണയൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം. ഇനി നമുക്ക് പോയിന്റിലേക്ക് വരും. അത് തിരക്കാണോ? അല്ലല്ല, ഞാൻ ഇങ്ങനെ ഇത് തന്നെ കേൾക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പറയും. നമ്മൾ അപ്രീസിയേഷൻ ഒരു പരിധി വിട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ലല്ലോ. എപ്പോഴും കേൾക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും. ശരിയാണ്. എന്റെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല്, ഞാനിങ്ങനെ ഡിബേറ്റിലൊന്നും എപ്പോഴും പങ്കെടുക്കുന്ന ആളല്ല. അപ്പം ഞാൻ പറയുന്നതിനെ വാക്കുകൊണ്ട് ഇതാക്കരുത്. ഞാൻ ഡിബേറ്റ് അല്ല ഉദ്ദേശം, ജസ്റ്റ് ഒരു ചർച്ച മാത്രം. എന്താന്ന് വെച്ചാല്, നിങ്ങൾ വിളിച്ച് കിട്ടിയാലും വലിയ സന്തോഷം. ഞാൻ വിളിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വളർന്ന സാഹചര്യം വെച്ചിട്ട് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ ഈ വടക്കും നാഥ എന്ന് പറഞ്ഞിട്ടുള്ള ദാസേട്ടൻ പാടിയ പാട്ട് കേട്ടിട്ടാണ്. അതുപോലെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ചുമരിലൊക്കെ ഈ ക്രിസ്തീയ വചനങ്ങളൊക്കെ എഴുതി ഞാൻ എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഒരു വചനം, അതായത് നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഭയങ്കര സെക്യുലർ ആയിട്ട് വളർന്ന ആളാണ്. എന്റെ വീട്ടിലും ബൈബിളും ഖുറാനും ഇതൊക്കെ ഭഗവത്ഗീതയൊക്കെ ഒരുമിച്ചൊരു ഷെൽഫിലാണ് എന്റെ എന്റെ ഫാദർ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വളരെ ന്യൂട്രൽ ആയിട്ട് ചിന്തിക്കാൻ എനിക്ക് പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു റിലീജിയൻ എന്തിനു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റി എനിക്കൊരു ധാരണയുണ്ട്. അത് ശരിയാവാം, തെറ്റാവാം. അത് തെറ്റാണെങ്കിൽ ലിയാഖത്ത് തിരുത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ വിളിക്കുന്നത്. അതെന്താന്ന് വെച്ചാല്, ഇപ്പൊ നമുക്കൊരു എന്താ പറയാ, ഒരു മതം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതില് ഒരുപാട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ മദ്രസയിൽ പോയിട്ടില്ല. പക്ഷെ ഒരു ഉസ്താദ് ഒരു 2 ആഴ്ച എന്റെ മാതാപിതാക്കളുടെ കുറ്റബോധം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അവര് വന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് ആകെ 1-2 കാര്യങ്ങൾ എന്റെ മനസ്സിലുള്ളൂ. ഈ ഖുറാൻ സംബന്ധമായിട്ടോ നിസ്കാരം സംബന്ധമായിട്ടോ ഒന്നും എന്റെ മനസ്സിലില്ല, ഒന്നും ഓർമ്മയില്ല. പഠിപ്പിച്ചിട്ടുണ്ടോന്ന് തന്നെ ഓർമ്മയില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ ഓർമ്മയുള്ളൂ. അതായത് നിങ്ങള് ദൈവത്തിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ അഥവാ വൃഥാ ഉച്ചരിക്കരുത്. എന്നിട്ട് പുള്ളി അള്ളാഹു എന്ന് നീട്ടി വിളിച്ച് കാണിച്ചു തന്നു. അതിന്റെ എൻഡിൽ പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു എന്ന്. അതൊരു സിറ്റുവേഷനാണ്, ഞാൻ ഇന്ന് ഓർക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം നമ്മളുടെ ഒരു സോഷ്യൽ സിനാരിയോയിൽ നമുക്കൊരു ഈ പറയുന്ന നമ്മളിപ്പോ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലിയാഖത്തിന്റെ 1-2 ടോക്ക് ഞാൻ കേട്ടപ്പോ അത് നമുക്ക് നല്ല മനുഷ്യനായാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ലിയാഖത്തിനെ പോലെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് മേ ബി എനിക്കും അത് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊരു മതത്തിന്റെ സഹായം വേണ്ടി വരില്ല. പക്ഷെ അതില്ലാത്ത ഒരാള്, ഇതൊന്നും സപ്പോർട്ട് ഇല്ലാത്ത ഒരാൾ, എനിക്ക് അങ്ങനത്തെ ഒരുപാട് പേരെ അറിയാം, ചേരിയിൽ താമസിക്കുന്നതും അങ്ങനെയൊക്കെ അറിയാം. അവർക്ക് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ബട്ട് അവര് വിശ്വസിക്കുന്ന ഒരു ഹയർ എനർജി എന്ന് പറഞ്ഞാൽ ഒരു മതമാവാം, ദൈവമാവാം, സാങ്കല്പികമാവാം, ഒന്നും അറിയില്ല. ബട്ട് എന്നാൽ പോലും
ഒരു ഹയർ എനർജിയിൽ നിന്നും ഇത് കേൾക്കുക എന്ന് പറയുന്നത് അവരെ ഒരു പരിധി വരെ, ഒരു സിനിമ കണ്ട ലാലേട്ടൻ മദ്യപിച്ചാൽ നമ്മളും മദ്യപിക്കും, ലാലേട്ടൻ ശരി ചെയ്താൽ നമ്മളും ഹീറോ ആവാൻ ശ്രമിക്കും എന്ന് പറയുന്ന പോലെ അതൊരു ഒരു ടോർച്ച് അല്ലേ, ഒരു ഗൈഡ് ലൈൻ അല്ലേ എന്നതാണ് എന്റെ ആദ്യത്തെ ഒരു സംശയം. ഇത് മനുഷ്യര് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മള് വൈവിധ്യങ്ങളിൽ ഓരോരോ ഐക്യത്തിൽ ജീവിക്കാവുന്ന ആധുനിക സമൂഹങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു പിന്നെ പ്രത്യേകിച്ച് ദേശരാഷ്ട്രങ്ങളുടെ ഭാഗമായി അവിടെ ഒരു ഭരണഘടനയുടെ കീഴിൽ പൊതുവായിട്ട് പങ്കുവെക്കുന്ന കുറെ മൂല്യങ്ങളും നിയമങ്ങളും ഒക്കെയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ആധുനിക ലോകത്തിന്റെ ഒരു സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ ക്രമം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുറെ കാലങ്ങൾക്ക് മുൻപ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് കേവലമായിട്ടുള്ള ഈ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ് ആയിട്ടുള്ള ഓരോ കൂട്ടങ്ങളായിട്ട് മനുഷ്യൻ ജീവിച്ചു തുടങ്ങിയത് മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യന്റെ സാമൂഹ്യ പരിണാമമുണ്ട്. പിന്നെ കാലക്രമേണ ഇതിന് മതത്തിന്റെയോ ഗോത്രത്തിന്റെയോ ഒക്കെ സ്വഭാവം കൈവരുന്നുണ്ട്. അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഇത്തരം ഗോത്രങ്ങളും മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടായി വന്ന കഥകളും ഈ പറയുന്നത് പോലെ ഒരു സമൂഹം ഒന്നിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവർ പൊതുവിൽ അംഗീകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ മൂല്യങ്ങൾ വേണം, അതെല്ലാ കാലത്തും വേണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മതസമൂഹങ്ങൾ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഗോത്രങ്ങൾ മാത്രം അവരുടെ ഒരു സർക്കിളിൽ ജീവിക്കുകയും അതിന് പുറത്തുള്ളവര് അപരന്മാരായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി വന്നതാണ് ഈ ഗോത്ര ചിന്തയും ഗോത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ദൈവവിശ്വാസവും. അതേപോലെ തന്നെ ആ ദൈവത്തെ മുൻനിർത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള ധാർമ്മികതയും നിയമങ്ങളൊക്കെ. എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഈ 21ാം നൂറ്റാണ്ടില് ഇങ്ങനെ ഇതില്ലെങ്കിൽ ഇത് സാധ്യമാകുമോ എന്ന് ചിന്ത വരുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ആ ഗോത്രകാലം പൊളിറ്റിക്കലി നമ്മൾ അതിനെ മറികടന്നിട്ടുണ്ടെങ്കിലും സോഷ്യലി നമ്മൾ അതിനെ മറികടന്നിട്ടില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയില് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ബാധകമാകുന്ന പൊതു ക്രിമിനൽ നിയമങ്ങളുണ്ട്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ ധാർമ്മികത പാലിക്കാൻ തയ്യാറാവാത്തവരെ ശിക്ഷിക്കാനുള്ള വ്യവസ്ഥിതിയാണല്ലോ ശിക്ഷാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നൊരു സാധനം നമുക്കുണ്ട്. ആ മൊറാലിറ്റി എന്ന് പറയുന്നത് പൊതുവിൽ എല്ലാവർക്കും ബാധകമാണ്. അതിപ്പോ ഒരാൾ ക്രിസ്ത്യാനാണ് എന്നതുകൊണ്ടോ ഒരാൾ മുസ്ലിം ആണെന്നുള്ളത് കൊണ്ടോ വ്യത്യാസം വരുന്നില്ല. സിവിൽ നിയമങ്ങളിലും ബഹുഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ്, കോമൺ ആണ്. നിങ്ങൾ ഏത് ജാതി മതമായാലും. പിന്നെ വിവാഹം, മരണാനന്തര പരിപാടികൾ, അതല്ലെങ്കിൽ വിവാഹമോചനം, അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ വ്യത്യാസം അനുവദിച്ചിട്ടുള്ളൂ. അതുപോലും ശരിയല്ല എന്നാണ് എന്റെയൊക്കെ നിലപാട്. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള നിയമങ്ങൾ, നമ്മൾ ഈ ഗോത്ര നിയമങ്ങൾ, മത നിയമങ്ങൾ എന്നൊക്കെ ഒരുപാട് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട്. പക്ഷെ സാമൂഹ്യമായിട്ട് നമ്മൾ ഈ മൊറാലിറ്റി ഒക്കെ ബിൽഡ് ചെയ്തെടുക്കുന്ന എത്തിക്സ് ഉണ്ട്, ഒരു വാല്യൂ സിസ്റ്റം. ആ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ആധുനിക ലോകത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് ഒരു കമ്മ്യൂണിറ്റി, ഗോത്രം എന്നൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നത് ഹ്യൂമാനിറ്റിയാണ്. ഈ ഹ്യൂമാനിറ്റിയും പിന്നെ നമ്മൾ പൊതുവിൽ കാണുന്ന ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കൾച്ചറും ഇതൊക്കെ പഠിപ്പിക്കാതെ സോഷ്യൽ സിസ്റ്റത്തില് സോഷ്യലി ആളുകള് മൊറാലിറ്റി അങ്ങനത്തെ കാര്യങ്ങള് ഇതൊക്കെ പഠിപ്പിക്കാൻ ഇപ്പോഴും മതങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ ദുരന്തമാണിത്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഇത് മതങ്ങൾ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് ആകാശത്തെ ദൈവത്തെ മുൻനിർത്തിയിട്ടും അവിടെ വരാനിരിക്കുന്ന ശിക്ഷയെ മുൻനിർത്തിയിട്ടും മരണാനന്തര ഒരു ജീവിതം ഉണ്ടെന്നുള്ള സങ്കല്പത്തെ മുൻനിർത്തിയിട്ടുമാണെങ്കിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെറിയ പ്രായം തൊട്ട് കുട്ടികളെ പഠിപ്പിച്ചാല്, ഹ്യൂമാനിറ്റേറിയൻ ഒരു ഒരു ഫീല് കുട്ടികളിൽ ഉണ്ടാക്കിയാല്, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താല് ഈ ആകാശമാമനൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ റോഡിലെ നിയമം പാലിക്കും. അപ്പൊ നമ്മൾ ട്രാഫിക് നിയമമൊക്കെ പാലിക്കുന്നത്, ട്രാഫിക് നിയമം പാലിക്കുന്ന സമൂഹങ്ങളും ഇല്ലാത്ത സമൂഹങ്ങളും ഉണ്ട്. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അവര് ഈ നിയമങ്ങൾ പാലിക്കുന്നത് ഒരു ആകാശമാമനെ പേടിച്ചിട്ടല്ല, അത് അവരുടെ ഒരു സിവിക് സെൻസ് ആണ്. ആ സിവിക് സെൻസ് ഒരു കൾച്ചറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ജനാധിപത്യം, ഭരണഘടനയിലുള്ള ജനാധിപത്യവും മതേതരത്വവും അതേപോലെ തന്നെ നമ്മള് മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയുടെ മൂല്യങ്ങളും ഒന്നും നമ്മൾ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. അതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മള് മൊറാലിറ്റിയും എത്തിക്സും ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ. അതല്ലാതെ മറ്റേതൊക്കെ നമ്മളിപ്പോഴും ശിക്ഷാ നിയമമൊക്കെ വരുമ്പോ വേഗം കോടതി പോവും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ മദ്രസയിലെ ഉസ്താദിനത്തേക്ക് ഓടുന്ന
ഉം, ഈ ഈ ഒരു പ്രശ്നം, ഇതിന്റെ ഒരു പ്രശ്നമാണ്, ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണത്. ഉം, അത് ഉം, മാറിക്കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല. കാരണം എത്രയോ സമൂഹങ്ങള് ഈ മതത്തിന്റെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ധാർമ്മികതയിൽ ഉം, ജീവിച്ചതിന് ശേഷം ഉം, ആ മതധാർമ്മികത പൂർണ്ണമായി തള്ളിക്കളഞ്ഞ് സെക്കുലർ ഉം, മൂല്യങ്ങളിൽ ഉം, ഉം. സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന രാജ്യങ്ങളില്ലേ, സമാധാനത്തോടെ സന്തോഷത്തോടെ. അതെ അതെ അതെ. പക്ഷെ ഓക്കെ, പറയൂ പറയൂ. ഞാൻ അല്ല, അത്രേ ഉള്ളൂ. അതാണ് ആ, അതിനുള്ള റീസൺ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഒരു കാര്യം സംഭവിച്ചു കഴിയുന്നത് വരെ ഉം, ഇപ്പൊ സ്റ്റാറ്റസ് കോ മാറുമ്പോ അത് ശരിയാകുമോ എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. നമ്മളെ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ സാധനം. കറക്റ്റ് കറക്റ്റ്. അതെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വീട്ടുകാർക്ക് ഞാൻ മതം വിട്ടു കഴിഞ്ഞാൽ ആകെ കുത്തഴിഞ്ഞ ജീവിതത്തിനായിരിക്കും എന്ന് ആശങ്കപ്പെട്ടവരായിരിക്കും ബഹുഭൂരിപക്ഷം പേരും. അതെ. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ മദ്രസ വിടാത്തോണ്ട് അവർ കുത്തഴിഞ്ഞു പോകുന്ന എനിക്ക് പേടിയുമില്ല. ഉം, ഉം. ഞാൻ ഇവർക്ക് മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഏത് രീതിയിലും ഇത് ചെയ്യാം. ഇപ്പൊ നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പേടിപ്പിച്ചിട്ട് നിർത്താം, പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തിയിട്ട് നിർത്താം. ഉം, ഉം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ. ഉം, അതായത് ഇപ്പം ഇപ്പം പുറം രാജ്യങ്ങളെ പറ്റി പറയുമ്പോൾ ഉം, നമ്മളുടെ നാട്ടില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കും ലിയാക്കത്തിനും അത് സാധ്യമാണ്. ഉം, ഞാനത് പ്രൂവ് ചെയ്ത ആളാണ്, ഉം, ലിയാക്കത്തും അത് പ്രൂവ് ചെയ്ത ആളാണ്. ഉം, പക്ഷെ വളരെ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന ഒരു സമൂഹം ഉം, എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ആവാം, സോഷ്യലി ഉം, ആവാം, ഉം, കൾച്ചറലി ആവാം, ഉം, അതുപോലെ കാസ്റ്റ് വൈസും ആവാം ഉം. എന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കണം എന്നില്ല. ഇപ്പൊ ഇന്ന് അതാ ഒരു ഞാൻ പറഞ്ഞ, അത് സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ സാമൂഹ്യമായിട്ടോ ഉം, ആ ആ ഒരു പിന്നെ പരിവർത്തനം നടന്നിട്ടില്ലാത്ത സമൂഹങ്ങളെ കുറിച്ചും ഏരിയകളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അത് അതെ. നടത്തേണ്ടത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ അത്യാവശ്യമാണ്. അത് നടക്കണം. അത് പക്ഷെ അത് നടക്കുകയാണ് പ്രതിവിധി. അല്ലാതെ അവരിപ്പോ നിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവരെ നിലനിർത്തിക്കൊണ്ട് ഉം, അവർക്ക് ടോർച്ച് അടിച്ചു കൊടുക്കാൻ നമ്മൾ മതഗ്രന്ഥങ്ങൾ പറഞ്ഞു കൊടുക്കലല്ല ഇതിന്റെ പ്രതിവിധി. അവരെ ഇതിന്റെ ഒന്നും സപ്പോർട്ടില്ലാത്ത ഇത്തരം എന്താ പറയാ നടുവൊടിഞ്ഞ ഊന്നുവടികൾ കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ പകരം ഉം. അവരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള പണികൾ ചെയ്യാന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. അത് കറക്റ്റ്, നല്ല പോയിന്റ് ആണ്. പക്ഷെ അതെനിക്ക് ഞാൻ ഇതുവരെ ചിന്തിക്കാത്തൊരു പോയിന്റ് ആട്ടോ അത്. ഉം, പക്ഷെ അതിന്റെ എന്റെ ഒരു കൗണ്ടർ എന്താന്ന് വെച്ചാല്, ഉം, നമ്മളിപ്പം ഇപ്പൊ സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന ഒരു പ്രായം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഉം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഉം, അപ്പൊ നിയമം ഒരിക്കലും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു സാധനമല്ല. ഉം, അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരാൾക്ക് ഈ പറയുന്ന ധാർമ്മികത, ഉം, മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം ഉം, ഇൻജെക്ട് ചെയ്യാനുള്ള സാധനമാണ്. ഇൻജെക്ഷൻ തന്നെയാണ് ബേസിക്കലി. എന്നാൽ ഉം, പോലും ഉം, അതില് നമ്മുടെ സ്കൂളുകൾ വരും, ഉം, മാരേജ് ഉം, വരും, ഉം, റിലീജിയൻ വരും. ഉം, കാരണം ഇപ്പൊ റിലീജിയൻ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആ, അല്ല എന്ന് പറയുന്ന പോലെ, ഉം, മാരേജ് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്ന പോലെ, ഈവൻ വിദ്യാഭ്യാസം പോലും ഉം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ ഇതേ ഉം, ബുക്ക് എന്ന് ചോദിച്ചാൽ, ഉം, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ജിമ്മ് സെറ്റ് ചെയ്താൽ പോരെ ഉം, എന്ന് ചോദിച്ചാൽ മതി എന്നാണ് ഉത്തരം. അത് ഉം, ചെയ്യുന്ന, അതായത് എന്നെയും ലിയാക്കത്തിനെയും പോലുള്ളവർക്ക് അത് മതി. ഉം, നമ്മൾക്കത് മാനേജ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്, വിൽ പവർ ഉണ്ട്. ഉം, അതില്ലാത്ത ആൾക്കാര് സ്കൂളിൽ പോവാതെ എങ്ങനെ വിദ്യാഭ്യാസം നേടും? അവരെ ഉം. നിർബന്ധിച്ച് തന്നെ സ്കൂളിൽ വിടണ്ട. എന്ന് വെച്ചാൽ അവർക്കൊരു കൺട്രോൾ സിസ്റ്റം അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞത് ആ പക്ഷെ കൺട്രോൾ സിസ്റ്റം മതമാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ എന്താണ് നമുക്കൊരു സോഷ്യൽ അതാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത്, ഉള്ളത്? നമ്മളെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഇപ്പോ ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഉം, ഉം. ജീവിതം തന്നെയാണ് ഏതൊരു പൗരനും ഏതൊരു നാട്ടിലും ജീവിക്കുന്നത്. പക്ഷെ ആ റൂൾ ഒരിക്കലും നമുക്ക് മൊറാലിറ്റി തരുന്നില്ലല്ലോ. അത് നമുക്ക് റൂൾസ് തരുന്നുണ്ട്. കാരണം ഉം. ഒരാൾക്ക് മറ്റേ ആളുടെ മൂക്കും തുമ്പത്ത് വരെ നിങ്ങളുടെ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറയുന്നത് അത് നടപ്പിലാവാൻ വേണ്ടി മൊറാലിറ്റി മാത്രം. തന്നെയാണ്. അത് തന്നെയാണ് മൊറാലിറ്റി. എല്ലാ മനുഷ്യരും ഈ നാട്ടില് തുല്യ അവകാശവും ഉള്ളവരാണ് എന്ന് പറയുന്നത് തന്നെയാണ് മൊറാലിറ്റി. ഉം, നിങ്ങളെപ്പോലെ തന്നെ, ഇപ്പൊ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതും ഉം, എല്ലാ മനുഷ്യരും തുല്യ അന്തസ്സും അവകാശമുള്ളവരാണ് എന്ന് പറയുന്ന ഹ്യൂമാനിറ്റേറിയൻ വാല്യൂവും തമ്മിൽ ഏതാണ് വലുത്? ഉം, 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 മനസ്സിലായി? ആ ഒരു കോർ വാല്യൂ ഉം, ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ജനാധിപത്യ കൾച്ചറിലേക്ക് ഈ മൂല്യം കൂടി പിന്നെ ഇത് ചെയ്തു കഴിഞ്ഞാല് ഉം. അതിലെല്ലാം ഉണ്ട്, അതിനകത്തെല്ലാം വരും. പക്ഷെ പിന്നെ അതുകൊണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് ഉള്ളത് നിങ്ങൾ മൊറാലിറ്റി എന്ന് കൊണ്ട് പിന്നെയുള്ള മൊറാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഉം, ഇപ്പൊ മദ്യപിക്കണോ വേണ്ടേ, ഉം, ഉം, ഉം. വ്യഭിചരിക്കണോ വേണ്ടേ, ഇതൊക്കെയാണല്ലോ. അതെ അതെ ഓക്കെ, അതെ അതെ അതെ. ഇത്തരം കാര്യങ്ങള് അതിന്റെ ആ, ശരി തെറ്റുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇപ്പൊ ഞാൻ മദ്യപിക്കാറില്ല, ഉം, എന്നെ ദൈവം ശിക്ഷിക്കുന്നുള്ള പേടി എനിക്ക് ഇല്ലതാനും. ഉം. പിന്നെ എന്തുകൊണ്ട് ഞാൻ മദ്യപിക്കുന്നില്ല? അതിന് ഉത്തരം വേണ്ടേ? അതെ, കറക്റ്റ്. അതെ. അപ്പൊ അതിനൊരു കാരണമുണ്ട്. ആ റീസൺ അത് ആ, നമുക്ക് ഏത് രീതിയിലും പഠിപ്പിക്കാമെന്ന്. ഇപ്പൊ അതെങ്ങനെ പഠിപ്പിക്കും? എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആ, പന്നിയിറച്ചി തിന്നാത്തത്?
ക്രിസ്ത്യാനികൾ പന്നി ഇറച്ചി തിന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതെ. ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെയാ വെച്ചാൽ ഭയങ്കരമായിട്ട് ഇപ്പോ ഈ മതം വിട്ടു കഴിഞ്ഞാല് കുട്ടികളൊക്കെ കുത്തഴിഞ്ഞ ജീവിതമാകും, വ്യഭിചാരമാകും എന്ന് പേടിക്കുന്ന രക്ഷിതാക്കൾക്കും മതസമൂഹത്തിനും മതം പഠിക്കാൻ ചെല്ലുന്ന കുട്ടികൾ മദ്രസയിൽ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് ഇത്രയും ആവലാതിയില്ല, വേവലാതിയില്ല, ബേജാറുമില്ല. അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മെക്കാനിസം അവർ നടപ്പിലാക്കുന്നില്ല. അപ്പൊ നമ്മള് വാല്യൂസ് പറയല് മാത്രമല്ലല്ലോ, അതിനെ ജീവിതത്തിൽ എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? ഇപ്പൊ വ്യഭിചാരം ഹറാമാണ് എന്ന് പറയുന്ന, അതാണ് വലിയ വാല്യൂ എന്ന് പറയുന്ന ഈ സമൂഹത്തിനകത്ത്, മുസ്ലിം സമൂഹത്തിനകത്ത് അത് ചെയ്യാത്ത എത്ര ശതമാനം ആൾക്കാരുണ്ടാവും? ആണോ പെണ്ണോ? പിന്നെ ആ വാല്യൂവിന് എന്ത് പ്രസക്തി? അല്ല, അത് ഈ പറയുന്ന പോലെ സ്കൂൾ, ഇപ്പൊ ഒരാള് സയൻസ് പഠിച്ചു, അയാൾക്ക് അതുകൊണ്ട് എന്താ പറയാ, നല്ലൊരു സാധനവും ഡെവലപ്പ് ചെയ്യാം, ഒരു രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു അനുഭവം ഡെവലപ്പ് ചെയ്യാം. അത് അവനവന്റെ ഒരു തീരുമാനമാണ്. അതെ, അത് പക്ഷെ ആ തീരുമാനം കിട്ടുന്നത് ഒരു മൊറാലിറ്റിയിലൂടെ അല്ലേ, സോഷ്യൽ എത്തിക്സ് എന്ന് പറഞ്ഞ സാധനം, അത് നമുക്ക് ഈ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂവിന്റെ കോറിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായോ? പിന്നെ സ്വാർത്ഥതയുള്ള ആളുകൾക്ക്, അതിപ്പോ വിശ്വാസമുള്ളവർക്കും ഹ്യൂമാനിറ്റേറിയൻ കോർ എന്ന് പറയുന്നത് കിട്ടുമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ എങ്ങനെ കിട്ടും, എവിടുന്ന് കിട്ടും? അത് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, അത് എവിടുന്ന് കിട്ടണ്ടല്ലോ. നമ്മള് ലോകത്ത് ആഗോള മനുഷ്യരെല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പൊതുവിൽ, എല്ലാ രാജ്യങ്ങളും ദേശരാഷ്ട്രങ്ങളൊക്കെ പൊതുവിൽ അംഗീകരിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയുടെ 1ാമത്തെ പ്രഖ്യാപനമാണത്. അതാണ് ഈ വാല്യൂ എത്തിക്സ് എന്നൊക്കെ പറയണത്. ഇത് എവിടുന്ന് കിട്ടുന്ന വെച്ചാൽ ഖുർആാനിലുള്ളത് എവിടുന്ന് കിട്ടുന്ന വെച്ചാൽ ഖുർആാനിൽ ഉണ്ട് എന്നല്ലേ ഉള്ളൂ. അല്ല, നമ്മളൊരു സ്കൂളിൽ പോകുന്ന പോലെ, സ്കൂളിൽ പോകുന്ന നിർബന്ധമാണ് എന്ന് പറയുന്ന പോലെ, മദ്രസയിൽ പോകുന്ന നിർബന്ധമാണെന്ന് പറയുന്ന പോലെ, വേദപഠനം നിർബന്ധമാവുന്നു എന്ന് പറയുന്ന പോലെ, ചെറുപ്പത്തിൽ അതിനൊരു നിർബന്ധിതാവസ്ഥ എവിടെയോ ഉണ്ട്. കുട്ടീനോട് പറയും തീത്തൊട്ട കൈ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ ഈ ധാർമ്മികതയും എത്തിക്സും ഒക്കെ, അല്ല എനിക്ക് മനസ്സിലായി, ധാർമ്മികതയും എത്തിക്സും ഒക്കെ പഠിപ്പിക്കാൻ ഇപ്പോഴും നമ്മുടെ ആധുനിക സമൂഹങ്ങൾ പോലും മതങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ പ്രശ്നമാണിത് എന്ന്. ഇപ്പോ ഒരു കൂട്ടം കുട്ടികള്, മതം പഠിപ്പിക്കാത്ത കുട്ടികള്, മനസ്സിലായോ, അവരെ നമ്മൾക്ക് ഇതിനുള്ള സംവിധാനം ഒരുക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്, ഭരണപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികളെ പഠിപ്പിക്കണം. ഒരു രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ പൊതുവിൽ പങ്കുവെക്കേണ്ടുന്ന മൂല്യങ്ങളെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയും അതിൽ നിന്ന് നമ്മളിവിടെ ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കുന്നുണ്ട്, മോറൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. ആ സാധനം ചെറിയ പ്രായത്തിൽ കുട്ടികളിൽ നല്ല രീതിയിൽ അതിന്റെ കാര്യകാരണ സഹിതം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അത് മെയിൻലി ഒരു സിവിക് സെൻസ് അല്ലേ നമുക്ക് ഉണ്ടാക്കുന്നുള്ളൂ? അല്ല, അതല്ല. അതാണ് ഞാൻ പറഞ്ഞിപ്പോ മറ്റേ വാല്യൂസ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഏറിയും കുറഞ്ഞു. ഇപ്പോ മതം പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൂല്യമാണ് വ്യഭിചാരം ചെയ്യരുത്. അതേ സ്ഥലത്ത് ബഹുഭാര്യത്വം അനുവദനീയമാണ്, അടിമകളുമായിട്ടുള്ള ബന്ധം അനുവദനീയമാണ്. അപ്പൊ ആ വാല്യൂ എന്തോ സംഭവമാണ് നമ്മൾ ആലോചിക്കുന്നോണ്ടേ ഉള്ളൂ. അതേ സമയത്ത് നമ്മൾ മറ്റൊരു മനുഷ്യൻ നമ്മളെ പോലെ തന്നെ തുല്യ അവകാശമുള്ളവരാണെന്ന് പറയുന്ന ഒരു വാല്യൂവിനകത്ത് കുടുംബജീവിത, ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും പരസ്പരം തുല്യമായിട്ടുള്ള പരിഗണന നൽകേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. മറ്റോടത്താണെങ്കിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടവളാണ് ഭാര്യ എന്നുള്ള മൂല്യമാണ് പഠിപ്പിക്കുന്നത്. ഏതാണ് ബെറ്റർ? അപ്പൊ നമ്മൾ ഇതെന്തോ മഹാസംഭവം വിചാരിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് പറയാം. പക്ഷെ എനിക്ക് ഇതിലും ലിയാഖത്ത് പറയുന്നത് 100% ശരിയാണ്. പക്ഷെ എനിക്ക് ഇതിൽ ആകെ ഒരേ ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ഈ പറഞ്ഞ സാധനങ്ങൾ സമൂഹത്തിൽ നിലവിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ചുട്ടയിലെ ശീലം ചുട്ട വരെ എന്ന് പറയുന്ന പോലെ ഒരു സാധനം നമുക്ക് പ്രാക്ടീസ് ആവണം. ഇപ്പൊ ഡ്രൈവിംഗിൽ, അല്ല അതാണ് ഞാൻ പറഞ്ഞത്, അതിവിടെ നമ്മൾ ചെയ്യാത്തതാണ്. നമ്മൾ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ അത് ഉൾപ്പെടുത്താത്തതിന്റെ പരിമിതി ഉണ്ട്. അതാണ് എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടാവണം ഗവൺമെന്റിന്. നമ്മളിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്ന പാർട്ടികളും പോലും ഭരണഘടനയെ വേണ്ടിയിട്ടല്ല, അവരവരുടെ മതവും അവരവരുടെ രാഷ്ട്രീയവും വെച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, സമൂഹത്തെ കൊണ്ടു നടത്താൻ ശ്രമിക്കുന്നത്. അതിന്റെ പ്രശ്നമാണ്. ഒന്ന് വിപുലീകരിച്ച് ചോദിച്ചാലേ, എനിക്ക് ലിയാഖത്തിനോട് വിമർശനാത്മകമായ ഒരു ചോദ്യം ഉള്ളത് ഇതാണ്. അതായത് ഇപ്പം ലിയാഖത്തിന്റെ ഒരു ചാനൽ ഞാനിപ്പോ ഈ അടുത്താണ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ അതില് ഈ പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ, അതിപ്പം റിലീജിയൻ ആയിക്കോട്ടെ, ഇസ്ലാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്ക് പ്രോബ്ലം അല്ല. പക്ഷെ അതിനെ വിമർശിക്കുന്നുണ്ട് എന്നത് മാത്രം കൊണ്ട് അതിന് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആൾക്കാര് പ്രൊവോക്ഡ് ആവുക എന്നല്ലാതെ
അതൊരു സാമൂഹിക പരിവർത്തനം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇത് ഒരിക്കലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വിമർശനം, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയണ അവരുടെ കുരു പൊട്ടും എന്നല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ വേറൊരു സത്യാവസ്ഥ എനിക്ക് തോന്നിയ ഒരു റിവ്യൂ ഞാൻ പറയാം. ലൈക്ക് ഇത് ബേസിക്കലി അത് ലിയാഖത്ത് ചിന്തിക്കേണ്ടതാട്ടോ, എനിക്കറിയില്ല. അതായത് ഒരുപാട് പേര് ലിയാഖത്തിന്റെ ചാനൽ കേൾക്കുന്നത് ഒരു കമന്റ് സെക്ഷൻ ഒക്കെ നോക്കിയാൽ കാണാം, മെയിൻലി ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ആണ് അവർ കൂടുതലും കാണുന്നത് ദാൻ എഡ്യൂക്കേഷൻ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ തോന്നലാവാം. അല്ല, ഇപ്പൊ നമ്മള് ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഏത് സംഭവങ്ങളും ഞാൻ കൂടുതലായിട്ട് കഴിഞ്ഞൊരു 2 വർഷമായിട്ട് ഞാൻ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് മാറിയതാണ്. ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അതായത് ഒന്നുകിൽ വിളിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നത്, അതല്ലെങ്കിൽ ആരെങ്കിലും ചെയ്ത വീഡിയോകളോടുള്ള പ്രതികരണം, അവരൊരു ആശയ പ്രചാരണം നടത്തുമ്പോൾ അതിനോടുള്ള എന്റെ പ്രതികരണം എന്ന രീതിയിലൊക്കെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടുതലായിട്ടും. അപ്പൊ അതിൽ വരുമ്പോ അതിനകത്തൊരു എന്റർടൈൻമെന്റ് എലമെന്റ്, ഇപ്പൊ റിയാക്ഷൻ വീഡിയോകളിൽ അത് എന്റർടൈൻമെന്റ് എലമെന്റ് എന്ന് പറയുന്നത് അത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ ഞാനും അത് അങ്ങനെ സരസമായിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്, എത്ര പേര് സീരിയസ് ആയിട്ട്. പിന്നെ സീരിയസ് ആയിട്ട് പറയേണ്ട വിഷയങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ പറയാറുണ്ട്. പിന്നെ ആ സമയത്ത് ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ളത് എന്തോ മഹത്തരമായ സംഭവമാണെന്നും അത് വെച്ചിട്ട് മറ്റുള്ളവരെ അളന്ന് മാർക്കിടുകയും അവരെ ആക്ഷേപിക്കാൻ ആളെ ഇറക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മള് അവരുടെ കുരു പൊട്ടുമോ എന്ന് പരിഗണിക്കേണ്ട കാര്യമില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരെ അങ്ങ് പറയാന്നുള്ളതാണ്. കുരു എപ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ പൊട്ടും. അത് ചെറിയ രീതിയിൽ ഇങ്ങനെ ഒഴിഞ്ഞു പൊട്ടിക്കണം, ഒരു സൂചി വെച്ച് കുത്തി പൊട്ടിക്കണം. അത് ഓരോ ആൾക്കാരുടെ രീതിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പരമാവധി പ്രൊവോക്ക് ചെയ്യാനല്ല ശ്രമിക്കാറുള്ളത്. അവർ തോട്ട് പ്രൊവോക്കിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ വൈകാരികമായിട്ട് അവരെ ഇളക്കി വിടാനൊന്നും ഞാൻ ശ്രമിക്കാറില്ല. അപ്പൊ പിന്നെ ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അത് ശരിയല്ല എന്ന് ആര് പറഞ്ഞാലും, അത് എത്ര തേൻ പുരട്ടി പറഞ്ഞാലും നമുക്ക് ഒരു ചെറിയൊരു ഈർഷ്യ വരും. അത് സ്വാഭാവികമാണ്. അത്തരം ഈർഷ്യ വരുന്നവരോട് ഞാൻ വേറെ പ്രത്യേകിച്ച് വെറുപ്പൊന്നും, അവരൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നത് വരെ അങ്ങനെ അവരോട് പ്രത്യേകിച്ച് ശത്രുതയോ വെറുപ്പൊന്നും വെക്കാറില്ല. പക്ഷെ സ്റ്റിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. അതായത് സംഭവിക്കുന്നത് ആ ഒരു വിമർശനം, അല്ലെങ്കിൽ ഇത് തെറ്റാണ്, യൂസിങ് അടിമത്തം, അല്ലെങ്കിൽ അങ്ങനെ പല പല പോയിന്റ്സും ലിയാഖത്ത് പറയുന്നതിലൂടെ ഇത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട് എന്നല്ലാതെ അവർക്കൊരു വഴിയില്ല. അത് ശരിയാണ്. ഞാൻ അത് ആദ്യം മുതലേ പറഞ്ഞത്. നമ്മൾ ആ ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ എന്റെ അജണ്ടയിലുള്ള ഒരു സാധനം തന്നെയാണ്. കാരണം അത് നമുക്ക് ഒരാൾക്ക് ഇപ്പൊ അവര് ചോദിക്കാറുണ്ട്, നിങ്ങൾ പകരം വെക്കാൻ എന്താ ഉള്ളത്? പകരം വെക്കാനുണ്ട് ഇവിടെ. അത് പക്ഷെ ഇവരൊക്കെ അതനുസരിച്ചാ ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങളും ഞാനും ഇവിടെ അനുസരിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ നിയമമൊന്നുമല്ല, അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമമാണ്. എത്ര ശതമാനം? അല്ല, ഞാൻ പറഞ്ഞത് രാജ്യത്തിന്റെ നിയമമാണ് അനുസരിക്കുന്നത്. അപ്പൊ എത്രത്തോളം അനുസരിക്കണം, എന്തുകൊണ്ട് അനുസരിക്കണം എന്ന കാര്യത്തിൽ നമ്മുടെ സിവിക് സെൻസിന്റെ നിലവാരത്തിനനുസരിച്ചിട്ട് അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്താ പറയുക, ഇപ്പൊ എന്റെ തൊട്ടടുത്ത ഒരാൾ വിശന്നിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിയമപുസ്തകത്തിൽ എവിടെയും പറയുന്നില്ല അയാളെ ഹെൽപ്പ് ചെയ്യാൻ. നിയമപുസ്തകത്തിൽ പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഹ്യൂമാനിറ്റേറിയൻ വാല്യൂ എന്ന് പറയുന്നത് അത് ലീഗൽ സാധനമല്ല, അതൊരു എത്തിക്കൽ വാല്യൂ ആണ്. അത് നിലവിലുണ്ട്. ആളുകൾ സംസാരിച്ചും പിന്നെ പറഞ്ഞും പഠിച്ചും എമ്പതി എന്ന് പറഞ്ഞ ഒരു വികാരം ഉണ്ടല്ലോ, അതിന്റെ ബേസിസിൽ ആളുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മളുടെ എല്ലാ സൊസൈറ്റിയിലും ഈ മറ്റു മതങ്ങളുടെ മൂല്യങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടും? ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടും. ഈ ഗ്രന്ഥങ്ങളിൽ അത് എവിടെ വന്നു, എങ്ങനെ വന്നു? അന്നത്തെ കാലത്ത് മനുഷ്യർ പറഞ്ഞു വെച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അതൊന്ന് കോംപ്രിഹെൻസീവ് ആയിട്ട് ചെയ്യാൻ ആൾക്കാർ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ. അതാ ഞാൻ പറഞ്ഞ ആ സിസ്റ്റം ഇവിടെ നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ പിന്നെ സാഹചര്യത്തിൽ, നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ആ വാല്യൂസ് കുട്ടികളിലേക്ക്, പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനുള്ള സിസ്റ്റം ഇല്ല. അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ സ്കൂളുകളില് കേവലമായിട്ടുള്ള കണക്കും സയൻസും അതും ഇതൊക്കെ പഠിപ്പിക്കാൻ മോറൽ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പീരീഡ് ഉണ്ടാവാം പേരിന്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം ഈ എത്തിക്സും മോറൽ വാല്യൂ ഒക്കെ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ നിന്ന് പഠിച്ചോളും, അല്ലെങ്കിൽ തനിയെ ഉണ്ടായിക്കോളും എന്ന് പറയുന്ന ഒരു മൗഢ്യത്തിൽ ജീവിക്കുകയാണ് ആ സിസ്റ്റം. അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അത് മാറേണ്ടതുണ്ട്. അത് ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. അതിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ ചില ആക്ടിവിറ്റികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. അതെന്ന് വെച്ചാൽ ഞാൻ ഓരോരോ ഇപ്പൊ തന്നെ ഞാൻ എന്റെ തിരക്കുണ്ട്, ബിസിനസ്സിലെ തിരക്കുകൊണ്ട് ഒരാഴ്ച വരാതിരുന്നാൽ ചില ആൾക്കാർ വിചാരിക്കും അവര് വിമർശിച്ചുകൊണ്ട് ഞാൻ നിർത്തിപ്പോയതാന്നൊക്കെ. അങ്ങനെ പറയുന്ന ഉത്തരം താങ്ങുന്ന പല്ലികൾ വരെ നമ്മളെ ഇടയിലുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന് ഫുൾ ടൈം ആക്ടിവിസത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഘട്ടം വരും. നമ്മളൊരു ഏർലി റിട്ടയർമെന്റ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ട്.
എന്നാ അപ്പൊ അതിനു സന്തോഷം. വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് നടക്കുന്നുണ്ട്. അത് ആ ഞാൻ പറഞ്ഞത് ആ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞത് ക്ലിയർലി അത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും. അതെ 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 മനസ്സിലായോ? അല്ല കാരണം അത് ഇതെന്താന്ന് വെച്ചാല് പൊളിറ്റിക്കലായിട്ട് പരിഹരിക്കേണ്ട, അതെ പൊളിറ്റിക്കലായിട്ട് ഉം. എടുക്കേണ്ട കാര്യങ്ങളാണ്, നടക്കേണ്ട കാര്യങ്ങളാണ്. ഇത് എന്താ സംബന്ധിച്ചാൽ എനിക്കിപ്പോ ലിയാഖത്തിനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു വിമർശനം പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. കാരണം ഉം. എല്ലാവരും വീട്ടിലിരുന്ന് രാഷ്ട്രീയം മാത്രം പറയുന്ന ആൾക്കാരിൽപ്പെട്ട ഒരാൾ മാത്രമാണ് ഞാൻ. പക്ഷെ അങ്ങനെ മനസ്സിലായി. നിങ്ങളൊരു എയർലി റിട്ടയർമെന്റ് എടുത്തിട്ട് അങ്ങനെ ചെയ്യും എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ പിന്നെ ഏർലി എന്റെ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ഒക്കെ ഇറങ്ങാൻ, അതിന് മുൻപ് തന്നെ നമ്മൾ ഈ ആക്ടിവിറ്റി ആ ചെയ്യും എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അത് ഞാൻ ആ പലരോടും ക്വസ്റ്റ്യന്റെ പറഞ്ഞിട്ടുണ്ട്. ആൻസറും കിട്ടി, ക്വസ്റ്റ്യൻ പിൻവലിക്കുകയും ചെയ്തു. അതാണ് വേണ്ടത്. അല്ല, കാരണം നമുക്ക് മറ്റൊരു ചെയ്യാനുണ്ട്, നമുക്കത് ചെയ്യാനുണ്ട്. ചെയ്യാൻ അതെ മാത്രം പോരാ, നമ്മൾ ചെയ്ത് കാണിക്കാനൂടി ഉണ്ട്. നമുക്ക് വെറുതെ പറഞ്ഞാൽ ആ. മാത്രം പോരല്ലോ. അല്ല എനിക്കെന്താ വെച്ചാൽ എനിക്കിപ്പോ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം അത്തരം ഇന്നതൊക്കെ വിദ്യാഭ്യാസ ഉള്ളൂ. സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഇവിടെ. അതെ അതെ അതില്ല അത് എന്റെ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാൻ എനിക്ക് അതാ ഞാൻ നല്ലോണം പറഞ്ഞത്. അതിന് അറിയാമെങ്കിൽ പകരം നമ്മള് പറ്റുമായിരിക്കും. അതെ എങ്ങനെയാണ് മദ്രസ, ഈ കറക്റ്റ്. ഖുറാനും ബൈബിളും ഗീതയൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നല്ല സിവിക് സെൻസ് ഉള്ള, നല്ല മൂല്യബോധമുള്ള അല്ല കുട്ടികളെ അതിന്റെ എങ്ങനെയാണ് കൂടെ വളർത്തിയെടുക്കേണ്ടെന്നുള്ള ഞാൻ സിസ്റ്റം ഈ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പ്രത്യേകിച്ച് ലിയാക്കത്തിനോട് ചോദിക്കാനോ എന്ന് സംശയിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഉം, എന്നെ എടുത്തിട്ട് വേസ്റ്റ് ആക്കരുത്. ഉം, അതായത് ആ, അത് ശരിയാണ്. ഇപ്പൊ ലിയാക്കത്ത് ലാസ്റ്റ് പറഞ്ഞത് ശരിയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നതോടൊപ്പം ഉം, ഇതിലിപ്പോ പറയുന്ന ഇപ്പൊ ഞാൻ ലിയാക്കത്ത് പറഞ്ഞു കേട്ടിട്ടാണ് ഈ അടിമത്തം കാരണങ്ങൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നത്. ഉം, അല്ലാതെ ഞാൻ കേട്ടിട്ടുള്ളത് അതിപ്പം ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ, ഉം, മുസ്ലിം ഇസ്ലാം റിലീജിയൻ ആയിക്കോട്ടെ, എല്ലാം ഉം, ഞാൻ നല്ലതേ കേട്ടിട്ടുള്ളൂ. അവർ ഉം, ചിത്രകഥയിലൂടെയും ഉം, ഉം, പിന്നെ ബൈബിൾ വചനങ്ങൾ ഉം, മതിലുകൾ എഴുതിയിരിക്കുന്നതിലൂടെ ഒരു ക്ലീൻ ക്രിസ്ത്യനോടോ ഉം, ക്ലീൻ ഹിന്ദുവിനോടോ ഒന്നും ഉം, ഞാൻ സംസാരിച്ചിട്ടില്ല. ഉം, ആ, ഞാൻ കേൾക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഉം. അപ്പൊ ഈ അതിൽ ചീത്ത കാര്യങ്ങൾ ഈ ഇടയിൽ കിടക്കുന്ന ആൾക്കാരാണ് ഈ ചീത്ത കാര്യങ്ങൾ അങ്ങനെയല്ല പറ്റി അത്. അതായത് ഇതിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് ഇതിന്റെ ഒരു പ്രചാരണത്തിന്റെ മുഖം. ഇപ്പോ ഉം, നമ്മൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന, പ്രബോധനം ചെയ്യുന്ന ഉം, ആളുകള്, ഇപ്പോ ഉം, ഉം, ഉദാഹരണത്തിന് നമ്മുടെ എം അക്ബർ എഴുതിയ തൗഹീദ്, ഉം, ഉം, എന്തുകൊണ്ട് ഇസ്ലാം, എന്തുകൊണ്ട് തൗഹീദ്, ഉം, ഏകദൈവാരാധന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ചെറിയ പുസ്തകങ്ങളുണ്ട്. ഉം, ഉം, അതൊക്കെ ഞാൻ ഉം. കുറെ വായിച്ചിട്ടുണ്ട്. കുറച്ച് പഴയ പുസ്തകങ്ങളാണ്. ആ ശരി അപ്പൊ ഓക്കെ. അതൊക്കെ വളരെ ഭംഗിയായിട്ട്, എത്ര രസകരമായിട്ടാണ് അറിയാം തൗഹീദിനൊക്കെ വിശദീകരിക്കുന്നത്. ഉം, 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 അതേ സമയത്ത് ഇവരുടെയൊക്കെ ആചാര്യനായിട്ടുള്ള ആ, ഉം, പിന്നെ എന്താ പറയാ, വഹാബി, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതിയ ഓക്കെ. കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഉം, ഉം, പിന്നെ ഖിലാഫത്തും രാജവാഴ്ച എന്ന് പറഞ്ഞിട്ട് മറ്റേ മൗദൂദി എഴുതിയ പുസ്തകങ്ങളുണ്ട്. ഓക്കെ. ഇതിലൊക്കെ ആ. തൗഹീദാണ് പരാമർശ വിഷയം. ഉം, പക്ഷെ ഈ ഉം, രണ്ട് പുസ്തകത്തിലും നമ്മൾ കാണുന്ന തൗഹീദ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് ഭയങ്കര ഉം, സുന്ദരമായ ഉം, ഒരു ആത്മീയ തലമായിരിക്കും. ഉം, ഉം, മറ്റത് ഉം, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തലം ഉണ്ടാവും. ഉം, ഉം, അപ്പം ഉം, ഇതിന്റെ പ്രയോഗവൽക്കരണം ഇതെന്തിനു വേണ്ടി നിങ്ങളോട് പറയുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോ ഉം, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ മുഹമ്മദ് നബിനെ കുറിച്ച് കേൾക്കുമ്പോൾ കാരുണ്യത്തിന്റെ കടലായ പ്രവാചകനെ കുറിച്ചാണ് നമ്മൾ മദ്രസയിൽ കേൾക്കുക. ഉം, 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 ഉസ്താദും അതാ പറഞ്ഞുതരാ. ഉം, പക്ഷെ ഉം, എന്നോട് പണ്ടൊരു പോപ്പുലർ ഫണ്ടുകാരൻ ഇങ്ങനെ ഉം, സംസാരിച്ചു. നമ്മൾ ഒന്നുകിൽ വിജയം ഉം, അല്ലെങ്കിൽ മരണം, ഉം, ഉം, ഉം. മരിക്കാൻ കൂടി തയ്യാറാവുമ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പോപ്പുലർ ഫണ്ടിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, പോപ്പുലർ ഫണ്ട് അല്ല, ഉം. NDF ആയ കാലത്ത്. അത് ശരി. ആ ആ അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പ്രതിരോധം എന്ന പേരിൽ ഇവിടെ ഉം, സംഘടിക്കുകയും, ഒരു ഉം, ജനാധിപത്യ രാജ്യത്ത് മതത്തിന്റെ പേര് സംഘടിക്കുകയും, ഉം, ഉം, എന്നിട്ട് നമ്മൾ സ്വന്തം നിലക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ ആ പരിശീലനങ്ങൾ നേടുകയും ആയുധ പരിശീലനം നടത്തുകയൊക്കെ ചെയ്തിട്ട് ഉം, ഉം, ഇത് ഉം, എന്ത് പിന്നെ എന്ത് ഇസ്ലാമാണിത്? മുഹമ്മദ് നബി ഉം. നമ്മുടെ ആ പിന്നെ കൊട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട ആളോട് ക്ഷമിച്ച് മുഹമ്മദ് നബിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ. ആ. അപ്പൊ അയാൾ പറഞ്ഞു, ആ ക്ഷമിച്ച ഉക്കബായ് ബിൻ അബി മുഅയ്ത്ത് എന്നാണ് ആളുടെ പേര്, ആ ഉം, ക്ഷമിച്ച ഉം. പ്രവാചകനെ കുറിച്ചല്ലേ ജി കേട്ടിട്ടുള്ളൂ ചോദിച്ചു. ആ, അയാൾ എങ്ങനെ മരിച്ചതെന്ന് എനിക്ക് അറിയാമെന്ന് ചോദിച്ചു. ആ, 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 ഇല്ല എന്ന് പറഞ്ഞു. എന്നാ അതും കൂടി ഒന്ന് പോയി പഠിക്കണം എന്ന് പറഞ്ഞു. ആ, ആ. എന്നിട്ട് അയാൾ എനിക്കൊരു ഹദീസ് പറഞ്ഞു. ഉം, ഖദറിൽ പിന്നെ പിടിക്കപ്പെട്ട ബന്ദികളുടെ കൂട്ടത്തിൽ നിന്ന് ഉം. ബന്ദികളെ എന്ത് ചെയ്യണം എന്ന് അള്ളാഹുവിന്റെ തീരുമാനം വരുന്നതിന് മുമ്പ് മുഹമ്മദ് നബി പ്രതികാര കൊല ചെയ്തു എന്നാണ് ഹദീസിലുള്ളത്. ഓക്കെ. ആ. ഉം, ഉം, മനസ്സിലായി? അപ്പൊ അത് നമ്മൾ ഉം, കാണില്ല. ഉം, 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 മനസ്സിലായി? അപ്പം ഉം, ഇസ്ലാമിനെ അതിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യത്തിലോ ഉം. അത്തരം ആക്ടിവിറ്റിയിലേക്ക് പോകുന്ന ആൾക്കാർക്കോ പ്രത്യേകമായിട്ട് അത് പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. ആ, മനസ്സിലായി. ഇപ്പൊ ഉം, ഉം, പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇപ്പൊ നടത്തുന്ന യുദ്ധം, ഉം, 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 അതിനവര് ഉം, പേരിട്ടുള്ളത് ഉം, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറായി ഉം, അടിയുറച്ചു നിൽക്കേണ്ടുന്നതിനെ കുറിച്ച്, ലോഹം പോലെ ഉറച്ചു നിൽക്കുന്നതിനെ കുറിച്ചാണ് ഉം, അതിനൊരു ഉം. പേരാണ്, ഒരു പേരിട്ട്. ഓക്കെ. അത് ഉം. ഒരു സൂറത്ത് സഫിലാണെന്ന് തോന്നുന്നു, സാഫിലോ, ആ, ആ, ഒരു ആ. ഖുറാൻ വചനത്തിലെ ഒരു ഭാഗമാണ് അവര് ഉം. ഇന്ത്യക്കെതിരെയുള്ള ഓപ്പറേഷന് പേരിട്ടിട്ടുള്ളത്. ഓക്കെ. ആ, ആ, അപ്പൊ ആ. അത് നമ്മൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചാൽ ചിലപ്പോ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടൂല.
അത് ബൈബിളിന്റെ കഥ അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ബൈബിളിലെ കഥകളായിരിക്കും ഏറ്റവും സുന്ദരമായ വാക്കുകൾ നമ്മള് പള്ളിയുടെ ചുമരി കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഖുറാനേക്കാളും മാരകമായിട്ടുള്ള വചനങ്ങൾ പിന്നെ പഴയ ഹീബ്രു ബൈബിളിലുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേക്കാം. അല്ല, അതിനേക്കാളും ഭീകരമായിട്ടുള്ളതാണ് യഹോവ. അപ്പൊ നമ്മൾ ഖുറാനിലെ അള്ളാഹുവിനേക്കാളും ഭീകരനാണ് യഹോവ. അല്ല, ഞാൻ എന്റെ സംശയം ഇതാണ്. അതിപ്പോ നമ്മളൊരു സപ്പോസ് ഒരു വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ ഒരു ബിരിയാണി മുമ്പിൽ വെച്ചു, 99% ടേസ്റ്റ് ഉണ്ട്, അതിലൊരു നല്ല ഒരു മുളക് വെട്ടുന്നിരിക്കട്ടെ, നമ്മൾ ആ മുളക് കാരണം ബിരിയാണി കൊള്ളില്ല എന്ന് പറയുന്ന പോലെ ആണോ? ഞാനിതൊന്നും ഫോളോ ചെയ്യുന്ന ആളല്ല കേട്ടോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല. അതായത് നമ്മൾ അങ്ങനെ ഒരു ബിരിയാണിയിലെ കുരുമുളക് പോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല അത്. ഈ ബിരിയാണിയുടെ മണവും രുചിയും ഈ കുരുമുളക് പ്രയോഗത്തിന് വേണ്ടിയിട്ടുള്ള പിന്നെ മേമ്പൊടികളാണെങ്കിലോ അവിടെ പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതും ഇസ്ലാമിന്റെ ഭാഗമാക്കുന്നതൊക്കെ തൗഹീദിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ദൗത്യമായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നതെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ ജനതകൾക്ക് അഫ്ഗാനിസ്ഥാൻ ജനതകൾ ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. കാരണം ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് ഇതാണ്: ദീൻ അള്ളാഹുവിന് വേണ്ടി മാത്രമാകുന്നത് വരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് കൽപ്പനയാണ് അള്ളാഹുവിന്റെ. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മക്കയില് പ്രത്യേക സമൂഹത്തെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഖുറാന്റെ കൽപ്പനയാണ്. ഖുറാന്റെ കൽപ്പനയിൽ പ്രാദേശികമായ മാത്രം കൽപ്പന പ്രയോഗങ്ങളാണത്. അപ്പൊ അത് നമുക്ക് അന്നത്തെ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകാവുന്ന കൽപ്പനകളൊന്നും ഖുറാനിലില്ല. അപ്പൊ അതിനെ അങ്ങനെ എടുക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങള് പിന്നെ തൗഹീദിന്റെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആകർഷിച്ച ആളുകളെ ഇതിനകത്തേക്ക് ആകർഷിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റൻഷൻ, ഫൈനൽ ഇന്റൻഷൻ എന്താണ്? ഇപ്പൊ നോക്കൂ, നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്ക് ഇപ്പൊ ഖുറാൻ മറ്റേ നിങ്ങൾ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ മുളക് മാത്രമേ ഉള്ളൂ, അതിന്റെ സുഗന്ധമൊന്നും അവിടെ ഇല്ലപ്പോ. പക്ഷെ അത് കുറച്ച് എന്താ വളരെ ഇതിന് തൽപരരായിട്ടുള്ള കുറച്ച് ടീംസ് ഇങ്ങനെയുള്ള അല്ല, അതാണ് ഇസ്ലാമിന്റെ പ്യുവർ ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം. അതാണ് പ്യുവർ ഫോം. അതല്ലാതെ അത് നേർപ്പിച്ച് ഉപയോഗിക്കേണ്ട ബാധ്യത വരുന്ന കുറെ ജനതയുണ്ട്. ഇന്ത്യയില് ഇസ്ലാം എന്ന് പറഞ്ഞ ബ്രിട്ടനിൽ പോലും ഉണ്ട് ശരിയ ഫോർ UK എന്ന് പറഞ്ഞിട്ടുള്ള ഫോറംസും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരും പ്രാദേശികമായിട്ട് ശരിയത്ത് നിയമം ഇതിന്റെ ഇടയിൽ എന്റെ ഒരു സംശയം, എന്റെ ഒരു ഇതെന്ന് വെച്ചാല്, എന്റെ ഫാമിലി തന്നെ ഒരുപാട് പേര് ഇൻഡെപ്ത് ആയിട്ട് ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവരോടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ലിയാഖത്തിന്റെ ഒരു ഒപ്പീനിയനിൽ അവർക്ക് പക്ഷെ ഇതിന്റെ കോർ ഐഡിയ ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ അവര് പ്രാക്ടീസ് ചെയ്യുന്നതും അവരുടെ കുട്ടികളെ എല്ലാത്തരം ആൾക്കാർ അതിനകത്തുണ്ടാവും. അതിനകത്ത് നമ്മൾ എന്താ അതിന്ന് പിക്ക് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. മനസ്സിലായി? ഇപ്പൊ ചില ആളുകൾ അതിന്റെ ആത്മീയ തലം മാത്രം പരിശോധിച്ചു പോവുകയും ബാക്കി സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ പൊതു സമൂഹത്തോടൊപ്പം ചേർന്ന് പോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അറിഞ്ഞുകൊണ്ടും അല്ലാതെയും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് പോപ്പുലർ ഫണ്ട് ഒരു കാലത്ത് ഉണ്ടായി വരുമ്പോ അവരെ എതിർക്കുന്നുണ്ട് ഒരു ഘട്ടത്തില്. പക്ഷെ അതേ പോപ്പുലർ ഫണ്ടിന് വേണ്ടി പിന്നെ നമ്മുടെ പള്ളികളിൽ പിരിവ് നടന്നിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ അത് അവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആയിരുന്നു. അവരുടെ ഇന്റൻഷൻ വിജയം അല്ലെങ്കിൽ മരണം എന്നുള്ളതായിരുന്നു അവരുടെ ഇന്റൻഷൻ. പക്ഷെ അത് എല്ലാ കാലത്തും ഒരു ഐഡിയനെ എപ്പോഴും അങ്ങനെയല്ലേ? അതായത് ഇപ്പം ഞാൻ എപ്പോഴും പലരും ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാം ഒരു ഹ്യൂമൻ ബോഡി പോലെയാണ്, ഭൂമിയും മതവും എല്ലാം. അതായത് തുടക്കം എന്ന് പറയുന്നത് വളരെ പ്യുവർ ഫോമും അത് വളർന്ന് അതിന്റെ ഏറ്റവും ഗ്രോത്തിന്റെ ഏറ്റവും പീക്ക് സിറ്റുവേഷനിൽ എത്തുകയും പിന്നെ അത് ഡിറ്റീറിയേറ്റ് ചെയ്യുകയും നശിച്ചു പോവുകയും അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള നാശത്തില് അതിന്റെ ഏറ്റവും പീക്ക് ടൈമിലേക്ക് എത്താനൊന്നും അനുവദിച്ചു കൊടുക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്രം അല്ല ഇസ്ലാം എന്നുള്ളതാണ് അതിന്റെ പ്രശ്നമായി. അല്ല, ഞാൻ ചോദിച്ചത് അതല്ല. അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോ നമ്മളൊരു ഐഡിയനെ ഇതിലെ മുതലെടുപ്പ് ടീമുകൾ ചുറ്റും ഉണ്ടാവുമല്ലോ. മുതലെടുപ്പ് ടീം അല്ല ഇത്. ആക്ച്വലി ഇതാണ് അതിന്റെ യഥാർത്ഥ ഫോം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇതിന് ഇപ്പോ നമ്മൾ പ്രാദേശികമായിട്ട് ഇപ്പൊ അബ്ദുൽ വഹാബും അതിന്റെ മുമ്പ് ഇബ്നു തൈമിയൊക്കെ സിദ്ധാന്തിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്നത് കാലക്രമേണ സംസ്കാരങ്ങളോടും ജനസമൂഹങ്ങളോടും പ്രാദേശികമായിട്ടുള്ള മൂല്യങ്ങളിലൊക്കെ ലയിച്ച് അതിന്റെ പ്യൂരിറ്റി നഷ്ടപ്പെട്ടു. അപ്പോ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളെ പോലെ
ലോക മുസ്ലിങ്ങളുടെ ഇടയിൽ ഷിർക്ക് ബാധിച്ചു. അതുകൊണ്ട് അതിനെ മുഹമ്മദ് നബിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ആളുകളും എങ്ങനെയാണോ കണ്ടത് അങ്ങനെ, എങ്ങനെയാണോ വായിച്ചത് അങ്ങനെ, എങ്ങനെ അർത്ഥം വെച്ചോ അങ്ങനെ, അതിലേക്ക് തിരിച്ചു പോകണം എന്ന റിവൈവലിസത്തിന്റെ ബാക്കിയാണ് നമ്മൾ ഇപ്പൊ ലോകത്ത് നിങ്ങൾ ഇസ്ലാം എന്ന പേരിൽ കാണുന്ന അതിന്റെ എക്സ്ട്രീം സ്വഭാവമുള്ള എല്ലാ സാധനവും. ഈ അല്ല, അതാണ് അതിന്റെ ഒറിജിനൽ ഫോം. അതായത് മക്കയിൽ മുഹമ്മദ് കൂട്ടരും ചെയ്ത, മക്കയിലും മദീനയിലുമായിട്ട് മുഹമ്മദും കൂട്ടരും പ്രവർത്തിച്ചു കാണിച്ച ഇസ്ലാം കാലക്രമേണ നേർത്തു. അത് ജനസമൂഹങ്ങളോട് സഹകരിച്ചു, മതസ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു. അതൊന്നും ഇസ്ലാമിൽ ഇല്ല. ഈ അടുത്ത കാലത്ത് പോലും ഒരാള് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അറേബ്യൻ സമൂഹങ്ങൾക്കിടയിൽ അങ്ങനെ മുസ്ലിങ്ങളെ അനുവദിക്കാൻ പാടില്ല. ഒസാമ ബിൻ ലാദൻ പണ്ട് ജിഹാദ് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞാണ്. അപ്പൊ അത് സൈന്യത്തിന്റെ പേരിൽ അമേരിക്കൻ ആൾക്കാരൊക്കെ ഇവിടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ പ്യൂർ ഫോം. ആ പ്യൂർ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾ പല തന്ത്രങ്ങളും പ്രയോഗിക്കാം. വഹാബി ആശയങ്ങൾക്കാണെങ്കിൽ 3 തരം ഇതാണ്. ഒന്ന്, മതവിശ്വാസികൾക്ക് ഇടയിലുള്ള ഇസ്ലാഹിയത്ത്. ഒന്നാമത്തത് അവരെ പ്യൂരിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങള്. മതത്തിന് പുറത്തുള്ള ആൾക്കാർ ഈ മതത്തിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള പ്രേരണ, അതാണ് ദഅവത്ത്. ഈ ദഅവത്തും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജിഹാദാണ്. കാരണം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അത് അംഗീകരിക്കണമെന്ന് ഖുർആന്റെ ഉത്തരവാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ മാർഗത്തിലുള്ള ഈ സന്ദേശം വന്നു കിട്ടിയാൽ അത് അംഗീകരിക്കണം. അത് അംഗീകരിക്കാത്തവൻ കാഫിറാണ്, കുഫറാണ് ചെയ്യുന്നത്, നിഷേധാണ് ചെയ്യുന്നത്. നിഷേധിയെ നേരിടണം എന്നാണ്. അങ്ങനത്തെ ഒരു പോയിന്റിൽ തന്നെയാണ് ഞാനും. കാരണം ഞാൻ ലാസ്റ്റ് പള്ളിയിൽ പോകുന്ന എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ആണ്. കാരണം അതുവരെ ഞാൻ പള്ളിയിൽ പോകുന്ന എനിക്കൊന്നും അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് എല്ലാരും ചെയ്യുന്ന ഫോളോ ചെയ്ത് പോകുന്ന ഒരു എന്താ പറയാ, അന്ധനായ ഒരു ആളായിട്ടാണ്. എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരേ ഒരു എനർജി എന്ന് പറയുന്നത് കുത്തുബയ്ക്ക് അവിടുത്തെ ഉസ്താദ് പറയുന്ന കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. ചെറിയ പ്രായമല്ലേ, 4-5 പഠിക്കുമ്പോ. പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം കാലം മാറിയതിനനുസരിച്ച് അവര് പറയുന്നത് പേഴ്സണൽ ഭാഷ മാറും. ആക്ച്വലി ഇതൊക്കെ അതിനകത്തുള്ളതാണ്. നമ്മൾ ആകർഷിക്കാൻ വേണ്ടി ആദ്യം അവര് നേർപ്പിച്ച് പറയുന്നേ ഉള്ളൂ. ഞാൻ എക്സാക്ട്ലി ഏത് പോയിന്റിലാണ് വിടാൻ തുടങ്ങിയതെന്ന് വെച്ചാല്, എന്റെ ഫ്രണ്ട്സിന്റെ, കാരണം എനിക്ക് ഒരുപാട് മിക്സഡ് കമ്മ്യൂണിറ്റി, പല പല കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രണ്ട്സും ഉണ്ട്. അവരിങ്ങനത്തെ മറ്റേ വിഷുവിന് അവിടെ പോയി കഴിക്കരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, പിന്നെ മറ്റേ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അല്ല ഇവിടുന്ന് കേൾക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എന്താ വെച്ചാൽ കുത്തുബയ്ക്ക് ഇതൊന്നും അല്ല പറയേണ്ടത്. അല്ലേ, അതിന് പൊളിറ്റിക്സോ അവരവരുടെ പേഴ്സണൽ വ്യൂയോ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം ഹുത്തുബയിൽ കയറി നിന്നിട്ട് പിന്നെ KNMന്റെയും പിന്നെ മുജാഹിദിന്റെ ISMന്റെ പരിപാടി ഇന്ന ദിവസം ഇന്നോടത്ത് നടക്കുന്നുണ്ട്, അപ്പൊ അതിന് നിങ്ങൾ എല്ലാരും പിരിവ് കൊടുക്കണം എന്ന് വരെ പറയുന്ന മൂല്യന്മാരുണ്ട്, മൗലവിമാരുണ്ട്. സിമിലർ കാര്യം ഞാൻ കേട്ടത് ഇലക്ഷന് ഇന്ന ടീമിന് വോട്ട് ചെയ്യണം എന്നാണ്. ഞാൻ നേരെ എന്റെ ഉമ്മാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ ഈ പെരുന്നാക്കൊക്കെ പള്ളിയിൽ വിടുന്നുണ്ട്, ഇത് കേൾക്കാനാണോ വിടുന്നത് ചോദിച്ചു. പിന്നെ ഞാൻ ഓപ്പൺ ആയിട്ട് വിട്ടു. ഞാൻ ഇപ്പൊ അങ്ങോട്ടും പോവാറില്ല, ഒന്നുമില്ല എന്നുള്ള. പക്ഷെ എന്റെ കോൺഫിഡൻസ് ഇത് തന്നെയാണ്. എനിക്കിപ്പോ അതിന്റെ, ഞാൻ എന്റെ പാരന്റ്സിനോട് ഞാൻ നന്ദിയേ പറയാറുള്ളൂ, എന്നെ അതിലേക്ക് വിട്ടില്ലല്ലോ. ഒരു അത് നിങ്ങൾക്ക് അതാ ചെറിയ പ്രായത്തിലുള്ള അത്രയും ഡെപ്തിലുള്ള ഇൻഡോക്ട്രിനേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാനും പറയാനൊക്കെ പറ്റും. അല്ലെങ്കിൽ കഴിയത്തില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ ഞാനൊക്കെ എന്ന് പറയുമ്പോ ഞാനിപ്പോ ഇതെങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഭീകരമായ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതായത് ഈ വിശ്വാസം, അതായത് നമ്മൾ ചെറിയ പ്രായത്തിൽ തലയിൽ കുത്തി നിറച്ച ഈമാനും ഈ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു യുദ്ധം ശരിക്കും നമ്മളെ തലയിൽ നടക്കും. അപ്പൊ ഇതിനെ നമുക്ക് കളയാൻ പറ്റില്ല. കാരണം നമ്മളുടെ രക്തത്തിൽ, നമ്മുടെ ബോധ്യത്തിലുള്ളതാണ്. നമ്മൾ ഞാൻ എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്യുന്നതിന് കൂടെ ഡെവലപ്പ് ചെയ്തതാണ്. അത് ഭയങ്കരമായിട്ടുള്ള ട്രോമയാണ്. അത് അത്ര ഈസി ഒന്നല്ല. ഇവര് പറയണ പോലെ നമുക്ക് കള്ളുടിക്കാൻ തോന്നുമ്പോ അന്ന് അങ്ങ് ഇസ്ലാം വിടാന്ന് വിചാരിച്ചിട്ട് വിടുന്ന, അങ്ങനെ വിടാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇത്. അതൊക്കെ പിന്നെ അവരൊക്കെ അങ്ങനെ അങ്ങ് പറയുന്നു എന്നുള്ളൂ. അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയില്ല. അതെ, അതൊക്കെ വേറെ എളുപ്പം പറയാവുന്ന ന്യായങ്ങൾ എന്നല്ലാതെ. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ചത്, ഇപ്പൊ ഒരാളുടെ വിശ്വാസം, ആ വിശ്വാസം വ്യക്തിപരമാണ് എങ്കിൽ അയാളുടെ ഒരു പേഴ്സണൽ റിലീഫിനോ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിന് വേണ്ടി കൊണ്ട് നടക്കുന്ന വിശ്വാസമാണെങ്കിൽ അത് ഏത് വിശ്വാസമാണ്, ഇപ്പൊ ഇസ്ലാം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിനെ ഞാൻ അങ്ങനെ എതിർക്കാറില്ല. അപ്പൊ അതിന്റെ പക്ഷെ സോഷ്യൽ പൊളിറ്റിക്കൽ പിന്നെ ഇടപെടലുകളെ കുറിച്ചാണ് എന്റെ
വിമർശനം കൂടുതലും. കറക്റ്റ് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. ഞാൻ അതിലെ ഫോക്കസ് ചെയ്യും. അതുകൊണ്ട് ചില ആൾക്കാർ എന്നെ ദൈവം ഉണ്ടോ ഉണ്ടില്ലേ എന്ന് ചോദിക്കാൻ വിളിക്കും. എനിക്ക് താല്പര്യമില്ല, അത് ഉണ്ടായാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ അല്ല അത് അതിലൊക്കെ ഞാൻ എനിക്ക് എപ്പോഴും പറയും, എന്റേതായിട്ടുള്ള ഒരു ലിയാഖത്തിന് ഇതില് ഫിലോസഫി ഉണ്ട്. ഒരു പോയിന്റ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ലിയാഖത്തിന്റെ ഒരു കുറച്ച് ടോക്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അതില് ഞാൻ കേൾക്കാത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമുക്ക് അങ്ങനെ ലിയാഖത്ത് എതിർക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യനെ എന്നും ഇൻസ്പയർ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മളിപ്പോ രാവിലെ തേച്ച് മിനുക്കി ഒരു ഷർട്ട് ഇട്ടാലും, ഒരു പള്ളീന്റെ ഉള്ളിൽ കയറുമ്പോ പള്ളിയുടെ സ്കെയിലും അവിടുത്തെ തുടച്ച മാർബിൾ തറയും ഒക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിനെയും, പിന്നെ എല്ലാവരും ഒരുമിച്ച് ചാൻഡ് ചെയ്യുമ്പോ അള്ളാഹുവേന്നോ അല്ലെങ്കിൽ ദൈവമേന്നോ ഒക്കെ വിളിക്കുമ്പോൾ ഒരു അങ്ങനത്തെ ശബ്ദങ്ങളും സ്കെയിലും ഒക്കെ നമ്മളെ എപ്പോഴും ഇൻസ്പയർ ചെയ്യും. ഇപ്പൊ അമ്പലങ്ങളുടെ അടുത്ത് പോയ ആൾത്തറകളുടെ തറയിലിരിക്കുമ്പോ നമുക്കൊരു ദൈവികമായ ഒരു സുഖം കിട്ടും. അത് ഒറിജിനൽ തന്നെയാണ്. അത് കാരണം അതിലൂടെ നമ്മുടെ എന്താ പറയാ കുറെ തലമുറകളായിട്ട് കൈമാറി വന്ന നമ്മളുടെ ഒരു നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരു മിത്താണത്. നമുക്കത് ഫീൽ ചെയ്യും ചിലപ്പോ. ഇനി ഇതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? അങ്ങനെ ടൈം അതായത് നമ്മൾ തുടങ്ങിയില്ലേ? എന്തായാലും തുടങ്ങില്ല. അതെ, അതായത് ഞാനിതിപ്പം എന്റെ ഫ്രണ്ട്സിനോടും എന്റെ വൈഫിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു എന്താ പറയാ ഒരു അനിവാര്യതയല്ലേ എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ അതാണ് പറഞ്ഞു തുടങ്ങിയപ്പോ ലിയാഖത്ത് വേറെന്തോ പറഞ്ഞപ്പോ അത് ഇന്റർപ്രറ്റ് ആയിപ്പോയി. അതായത് നമ്മുടെ മനുഷ്യ ശരീരം ജനിക്കുന്നു, വളരുന്നു, നശിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ എല്ലാം എന്ന് പറയുന്ന പോലെ ഈ മതം എന്ന് പറയുന്ന ഒരു സാധനം, മതം അതുപോലെ മനുഷ്യൻ അതുപോലെ പണം, ഈ മൂന്ന് സാധനങ്ങളും ഞാൻ വിചാരിക്കുന്നത്, ഇപ്പൊ ദൈവം ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പ്രകൃതി യൂണിവേഴ്സ് എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ. അത് ഇത് നശിച്ചേ പറ്റൂ. ഇത് ഫോർ എവർ അല്ല ഒന്നും, നമ്മളെ പോലെ തന്നെയാണല്ല. അപ്പൊ അത് നശിക്കാനുള്ള ഒരു വൈറസ് മാത്രല്ലേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. അപ്പൊ അതിനെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ, ഇപ്പൊ മരുന്ന് കഴിച്ചാൽ മരണം കുറച്ചും കൂടെ വൈകിപ്പിക്കാം എന്നല്ലേ ഉള്ളൂ, മരിക്കും എന്തായാലും. അപ്പൊ മതം ഇതുപോലെ നശിക്കേണ്ട ഒരു സ്റ്റേജും, ഇതിനോട് വിമർശനങ്ങൾ ലിയാഖത്തിനെ പോലെയോ എന്നെ പോലെയോ ഉള്ള ആൾക്കാർ വരിക, അല്ലെങ്കിൽ മതം തന്നെ വന്നത്. എങ്ങനെയാ വെച്ചാല് മതം മറ്റു സംഭവങ്ങളെ പോലെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമല്ല. ഇപ്പൊ മതം എന്ന് പറയുന്നത് വളരെ സംഘടിതമായിട്ട്, ഏറ്റവും കൂടുതൽ സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിസം, ഒരു സിസ്റ്റം ഈ മതപാഠശാലകളും മതസ്ഥാപനങ്ങളാണ്. മതപ്രബോധനവും പ്രചാരണവും അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അത് ഭയങ്കര സംഘടിതമായിട്ടുള്ള, നമ്മൾ വിചാരിക്കുന്ന പൊളിറ്റിക്കൽ ആക്ടിവിറ്റിനേക്കാളൊക്കെ വലിയ, ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിനേക്കാളും ആഴത്തിൽ വേരോടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് ആഴത്തിൽ പിന്നെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് രാഷ്ട്രീയത്തിൽ സംഭവിക്കുമല്ലോ, രാഷ്ട്രീയ പാർട്ടികളുടെ ഉദയവും അവരുടെ ഭരണത്തിലേക്കുള്ള വരവും തുടർച്ചയും സംഭവിക്കില്ല. ആശയപരമായിട്ട് നമ്മളതിന് അനിവാര്യതയാണ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമുക്ക് പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് അത് കേട്ടത് കൊണ്ട് മതം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ചിന്ത മാറുക എന്നുള്ളതല്ല. അത് ചിന്തയെ പ്രചോദിപ്പിക്കുകയും ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്ത എത്രയോ ആൾക്കാർ നമുക്കറിയാം. തീർച്ചയായിട്ടും എന്റെ സർക്കിളിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഇത് അങ്ങനെയാണ് മാറുക. അല്ലാതെ സ്വാഭാവികമായിട്ടാണ് സംഭവിക്കട്ടെ വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ അപ്പോഴും ആ തുടർച്ചയുടെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ അനിവാര്യത എന്ന് പറയണ്ടല്ലോ, ഈ തകർച്ച എന്നൊക്കെ പറഞ്ഞ ആ അനിവാര്യതയുടെ ഒരു പാർട്ട് തന്നെയാണ് ഇതിനെ കുറിച്ചുള്ള ക്രിറ്റിസിസം അതിനകത്ത് തന്നെ ഉണ്ടായി വരല്. അത് സ്വാഭാവികമാണല്ലോ. അതെ അതെ അതെ. പക്ഷെ അതൊന്നും അതുകൊണ്ട് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ. അതുകൊണ്ട് മാത്രം നടക്കില്ല. ഒന്നും ഒരു കാരണം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ഇപ്പൊ മതവിമർശനം കൊണ്ട് മാത്രം മതം ഇല്ലാണ്ടായി പോകുന്നില്ല. അതേ സമയത്ത് മതവിമർശനം ഇല്ലാതിരുന്നാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും, മാത്രമേ ഉള്ളൂ. അല്ല, തീർച്ചയായിട്ടും മതത്തിനൊരു വിമർശനം വരേണ്ട സമയം അതിക്രമിച്ചു. ഇത് കുറച്ച് ദീർഘിച്ചു പോയി എന്നുള്ളതാണ് പ്രശ്നം. കുറച്ച് വൈകിപ്പോയി. അല്ലെങ്കിൽ ഇതൊക്കെ എന്നോ സംഗതികൾ ക്ലിയർ ആയ. ഒരു 100-200 കൊല്ലം മുൻപ് ലോകത്ത്, അതായത് ഖുർആനൊക്കെ അച്ചടിച്ച് ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനെതിരെയുള്ള ശബ്ദങ്ങളും കൂടി കേട്ട് തുടങ്ങണമായിരുന്നു. അതിനോടുള്ള എന്റെ ഒരു പോയിന്റ് എന്താ പറയാ, ഞാനിപ്പോ ഈ കൊറോണ വന്നപ്പോ ഒരുപാട് പേര് നമ്മളുടെ ടൈമിൽ തന്നെ വന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കൊറോണ സപ്പോസ് ഒരു 20 കൊല്ലം മുമ്പ് വന്നിരുന്നെങ്കിൽ, ഇപ്പൊ വന്നത് കൊണ്ട് ഓൺലൈനും നെറ്റും ഇത്ര സ്പീഡുള്ള സമയം അതെ, അതൊരു ഭാഗ്യല്ലേ. ഇതിനൊരു ബ്രൈറ്റ് സൈഡും ഉണ്ട്, ഡാർക്ക് സൈഡും ഉണ്ട്. ഇത് ഓരോ സാഹചര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ആശയങ്ങൾ ഇതിനേക്കാളും നന്നായിട്ട് ഇതിനു മുൻപ് പറഞ്ഞ എത്രയോ മനുഷ്യർ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടാവും. അത് കേൾക്കാൻ ആളുണ്ടായില്ല എന്നുള്ളതാണ്.
ഇനി ഫൈനൽ, ഞാൻ സമയം കളയുന്നില്ല. ലാസ്റ്റ് ആയിക്കോട്ടെ ഒറ്റ ആയിക്കോട്ടെ. കാര്യം കൂടെ, എനിക്ക് ഒറ്റ പോയിന്റും കൂടെ ഉള്ളു. ഉം. അത് നമ്മള് ലിയാഖത്ത് നേരത്തെ എന്താണ് ഏർലി റിട്ടയർമെന്റ് എന്നൊക്കെ പറഞ്ഞതിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. അതിലൊറ്റ കാര്യം കൂടെ, നമ്മൾ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഓൾ ഓഫ് എ സഡൻ പറയാണ് ഈ ഭക്ഷണം തെറ്റാണ് എന്ന് പറയുന്ന ആൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ഉണ്ട് എന്നത് ലിയാഖത്ത് തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ ഇതിലൊരു പോയിന്റ്. തീർച്ചയായിട്ടും അതുണ്ട്. അത് അങ്ങനെയൊക്കെ പദ്ധതികൾ ഉള്ളതാണ്. ഞാൻ എനിക്ക് നേരിട്ട് ഒറ്റയ്ക്ക് കാണാൻ ചെയ്യാവുന്ന പറ്റുമോ? കാര്യമല്ല, നമുക്കത് പരിഗണനയിലുള്ള വിഷയമാണ്. നേരിട്ട് കാണാൻ പറ്റുമോ? നമുക്ക് എവിടെയെങ്കിലൊക്കെ കാണാം. ഞാനിപ്പോ ഈ ഒരാഴ്ച ഇനിയിപ്പോ എന്തായാലും ഒന്ന് റെസ്റ്റ്, ലീവ് എടുത്തിട്ട് കുറച്ച് പരിപാടികൾ പെൻഡിങ് ഉണ്ട്. ആക്ടിവിസത്തില് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാന് എങ്ങോ മാറിപ്പോയി എന്നൊക്കെ വിചാരിക്കുന്ന പാവങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പൊ ഇതെന്താ അറിയാം, അവരെയൊക്കെ എനിക്ക് ഒന്ന് ആശ്വസിപ്പിക്കാം. ആക്ച്വലി കുറച്ചും കൂടെ ഒക്കെ സംസാരിക്കണം എന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് കാണാം, ഫോൺ ആയതുകൊണ്ട് സംസാരിക്കാം, എവിടെയെങ്കിലൊക്കെ നിങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് വെച്ചിട്ട് എപ്പോഴും എങ്ങോട്ട് പോകാനുള്ള തിരക്കാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരക്ക് ശരി കൂട്ടി ശരി, വെക്കാൻ ഞാൻ ശ്രമിച്ചത്. യാത്രയിലാണ് ഓൾറെഡി. ഓക്കെ, ഓക്കെ ആയിക്കോട്ടെ. ശരി, അപ്പോൾ ഓക്കെ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ.